हाय ऑल वाक्य के दो मुख्य अंगों से दूसरा है विधि അതായത് प्रेडिकेट എന്താണ് विधि നോക്കാം वाक्य का वह भाग जो उद्देश्य के बारे में कुछ बताता है विधि कहलाता है इसमें क्रिया और क्रिया से संबंधित अन्य शब्द कर्म पूरक क्रियाविशेषण आदि शामिल होते हैं അതായത് ഒരു സെൻറ്റൻസിൻ്റെ वो भाग जो उद्देश्य के बारे में कुछ बताता है എന്താണോ ഉദ്ദേശിനെ കുറിച്ച് അതായത് സബ്ജക്റ്റിനെ കുറിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെയാണ് നമ്മൾ വിധി എന്ന് പറയുന്നത് इसमें ക്രിയ और ക്രിയ से संबंधित अन्य शब्द അതായത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ വെർബ് വരും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് കർമ്മ പൂരക് ക്രിയാവിശേഷൻ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ വിധി എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഇത് പ്രെഡിക്കേറ്റ് ആണ് അല്ലെങ്കിൽ വിധേയ് ആണെന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും പഹചാൻ കൈസേ കരെ ഉദ്ദേശ് को छोड़कर वाक्य का शेष भाग विधेय होता है അതായത് ഉദ്ദേശ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു ആ സബ്ജക്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെയാണ് ഒരു സെൻറ്റൻസിൻ്റെ മറ്റുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ വിധേയ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഉദാഹരണം നോക്കാം രാം ഖേൽത്താ ഹെ രാം കെ ബാരെ മേ ക്യാ കഹാ ഗയാ ഹെ രാം എന്ന് പറയുന്നത് സബ്ജക്റ്റാണ് ഉദ്ദേശാണെന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചു ഇവിടെ നോക്കൂ രാം ഖേൽത്താ ഹെ അപ്പോൾ രാമിനെ കുറിച്ച് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് രാം ഖേൽത്താ ഹെ അപ്പോൾ ഖേൽത്താ ഹെ എന്നുള്ളത് വിധേയാകുന്നു പ്രെഡിക്കേറ്റ് ആകുന്നു ഓക്കെ ദെൻ പക്ഷി ഉഡ് രഹേ ഹൈ പക്ഷിയോ കെ ബാരെ മേ ക്യാ കഹാ ഗയാ ഹെ ഉഡ് രഹേ ഹെ പക്ഷി ഉഡ് രഹേ ഹൈ ഉഡ് രഹേ എന്നുള്ള പാർട്ടാണ് വിധേയായിട്ട് വരുന്നത് ദെൻ കിതാബ് മേസ് പർ ഹെ കിതാബ് കെ ബാരെ മേ ക്യാ കഹ ഗയാ ഹെ കിതാബ് അല്ലെങ്കിൽ പുസ്തകത്തിനെ കുറിച്ചിട്ട് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് പുസ്തകം ടേബിളിൻ്റെ മുകളിലാണ് മേസ് പർ ഹെ അപ്പോൾ അതായത് ഒരു സെൻറ്റൻസിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഉദ്ദേശവർ വിധേയ് ഇതെങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു ഓക്കെ താങ്ക് യു